റീത്തയുടെ കരണം പുകച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നത്, നാളെയാണെങ്കിൽ നമ്മുടെ റീത്താമ്മയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയെ ചൂട് പിടിപ്പിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അതായത് അവൾ വന്നിരിക്കുന്നത് സ്റ്റാലിൻ്റെ സ്വത്ത് ലക്ഷ്യം വെച്ചിട്ടാണെന്നും, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പ് വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ട് അവൾ എല്ലാ സ്വത്തും അടിച്ചു മാറ്റി കൊണ്ടുപോകുമെന്നും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് റീത്ത ചേച്ചി എന്ന് എൽസ ചോദിക്കുകയാണ്, അതായത് എൽസമ്മ. ഇതേ സമയമാണെങ്കിൽ നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ പോയാൽ മതി, അയാളൊത്ത് ഒരുമിച്ച് ജീവിക്കാനല്ല, അവളെ ആ അലീന എന്ന് പേരുള്ള ആ ദുർഭൂതത്തെ തുരത്തി ഓടിക്കാനാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് അലീന ചോദിക്കുകയാണ്. ഇതേ സമയം അലീനാന്ന് നമ്മുടെ എൽസ ചോദിക്കുകയാണ്, എൽസമ്മ. ഇതേ സമയം റീത്ത പറയുന്നുണ്ട്, അവിടെ വലിയ പ്രശ്നമുണ്ടാകണം, അതിനു വേണ്ടി തന്നെയാണ് എൽസെ നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഇവിടെയാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ അലീന എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീന സ്റ്റാലിയോട് പറയുന്നുണ്ട്, തനിക്ക് വയ്യ പപ്പ, അതുകൊണ്ടാണ് താൻ ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം എന്തു പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ആകെ കൂടെ ഒരു അസ്വസ്ഥതയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് കാണാം. അതായത് ആ റീത്താൻറ്റി വന്ന് പറഞ്ഞില്ലേ, അതേ പിന്നെ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുന്നു. ഈ വീട് വിട്ട് പോയാലോ എന്ന് ചിന്തിക്കുകയാണ് എന്ന് അലീന തുറന്നു പറയുന്നു. അപ്പോഴാണെങ്കിൽ സ്റ്റാൻലി പറയാണ്, മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യവുമില്ല. കാരണം നീ സ്റ്റാൻലിയുടെ മകളാണ്, നീ ഈ വീടിന് അധികാരമുള്ളവളാണ്, അതുകൊണ്ട് തന്നെ നീ എവിടേക്കും പോകില്ല എന്ന് പറയുന്നു. ഞാൻ റീത്തയോട് പറഞ്ഞത് അതുതന്നെയാണ്, അതായത് നീ എൻ്റെ മകളാണെന്നും നീ ഈ വീട്ടിൽ തന്നെ നിലനിൽക്കുമെന്നാണ് റീത്തയോട് പറഞ്ഞത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നീ എങ്ങടും പോകേണ്ടതില്ല എന്ന് പറയുന്നു. എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നിനക്ക് സ്വത്ത് അധികാരവും പണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്, സ്വത്തൊക്കെ വേണമെങ്കിൽ അവരെടുത്തോട്ടെ, എനിക്ക് നിൻ്റെ പപ്പയായാൽ മതി എന്ന് പറയുകയാണ് സ്റ്റാൻലി കേട്ടോ. അത് കേട്ടതും അലീനയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ വീണ്ടും വിളിച്ച് അലീനയോട് വിവരങ്ങൾ തിരക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് മോളെ വേറെ പ്രത്യേകിച്ച് വല്ല പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് വല്യപ്പച്ചൻ ചോദിക്കുന്നത്. അതായത് ഇന്നലത്തെ പോലെ റീത്ത വീണ്ടും വന്നോ എന്ന് ചോദിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഇതുവരെയും വന്നിട്ടില്ല വല്യപ്പച്ച, ഇനി വരുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ വരാണെങ്കിൽ നീ നെഞ്ചും വിരിച്ച് നിന്ന് നേരിട്ട് അവളെ ഓടിച്ച് വിട്ടേക്കണം എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നവുമില്ല, ഒന്നുകൊണ്ടും നീ പേടിക്കേ വേണ്ട, സ്റ്റാലിനെ അതായത് ലാലിച്ചൻ്റെ എല്ലാ സ്വത്തും കാര്യങ്ങളും ഒക്കെ
വെറുതെ ഇരുന്ന് തിന്ന് അനുഭവിച്ച് ആ പെണ്ണുപിള്ളയ്ക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇതുവരെയും മേലനങ്ങി ഒരു രൂപ പോലും ആ പെണ്ണുപിള്ള സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്നു. തൻ്റെ മകൻ, അതായത് നിൻ്റെ പപ്പ കൊടുക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ് അവർ ഇവിടെ ജീവിക്കുന്നത് എന്ന് പറയുന്നു. വീട് തുടങ്ങി കാറ് വരെ എടുത്തു കൊടുത്തിരിക്കുന്നത് നിൻ്റെ പപ്പയാണ് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമുക്ക് നോക്കാം വല്യപ്പച്ച, പപ്പയുടെ ജീവിതം തകരാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. എന്തായാലും പപ്പയുടെ സഹോദരങ്ങളെയും കൂടാതെ തന്നെയാണെങ്കിൽ പപ്പയുടെ അതായത് തൻ്റെ സഹോദരങ്ങളെയും പപ്പയുടെ ഭാര്യയെയും തീർച്ചയായിട്ടും ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് ആര് പറയുന്നു? നമ്മുടെ അലീന നമ്മുടെ ഇയാളോട്, അവധക്കുട്ടിയോട്, തൻ്റെ വല്യപ്പച്ചനോട് പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം വല്യപ്പച്ചനാണെങ്കിൽ ശ്രദ്ധിക്കണം മോളെ, ഒരു പ്രശ്നവുമില്ലാതെ നോക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ അതാ നമ്മുടെ റീത്ത എൽസിയുമായിട്ട് കടന്നു വരികയാണ്. കൂടെ മക്കളുമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. വന്നിരിക്കുന്ന ഉദ്ദേശം ഏതാണ്ട് ഇത് തന്നെയാണ്. അതായത് അലീനയെ ഓട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെ റീത്താമ്മ വീണ്ടും സ്റ്റാലിനുമായിട്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. എൽസീന് ഇവിടെ നിൽക്കുമെന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇവിടെ നിന്നോട്ടെ, എനിക്കതിന് യാതൊരു വിരോധമോ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാൻ കേട്ടോ സ്റ്റാലിൻ. ഇവിടെയാണെങ്കിൽ വീണ്ടും കുറ്റപ്പെടുത്തലും പരിഹാസവും ഒരുപാട് നമ്മുടെ റീത്ത എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാലിനെ പറയുമ്പോൾ അലീന അത് കേൾക്കുകയും ഇടപെടുന്നതിൽ പപ്പ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധികം ഇവിടെ കിടന്ന് വിളച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല, എൻ്റെ പപ്പയുടെ കാശിന് തിന്നുന്നതല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പയും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്നിട്ടും എൻ്റെ പപ്പയുടെ കാശുകൊണ്ട് നിങ്ങൾ മൂക്കുമുട്ട തിന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്ന് കാണാം. എൻ്റെ പപ്പയുടെ പൈസ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, അതിൽ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് അലീന മുഖത്ത് നോക്കി ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോഴേക്കും റീത്തയാണെങ്കിൽ ഒരു കുണിച്ചം പറയുമ്പോൾ അലീന റീത്തയുടെ കരണം പുകച്ചുകൊണ്ട് മറുപടി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം സ്റ്റാലി ഞെട്ടി നിൽക്കുകയാണ് എന്നും കാണാൻ സാധിക്കും.